ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ കുറച്ചും കൂടി അന്നത്തേൽ ബാക്കി സോപ്പ് പൈസ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടിയിട്ട് കൈപ്പിനേപ്പിൻ്റെ ഇലയും പിന്നെന്താ പറയുക കറ്റാർവാഴയും പിന്നെ പച്ചമഞ്ഞളും പിന്നെന്താ തുളസിയുടെ ഇലയും കൂടി 3 എണ്ണം അരച്ചിട്ട് ഇപ്പം ഇത് ഞാൻ അരിക്കണമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇടുകയാണ്. അപ്പം അങ്ങനെ തേച്ചാൽ മേലൊക്കെ തേച്ചാൽ നമ്മുടെ ചൊറിച്ചലിനും എല്ലാത്തിനും നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ല അരച്ച് അപ്പോൾ ഇത് പിന്നെ ഒന്ന് മെൽറ്റായതിന് ശേഷം ഒഴിക്കുക കേട്ടോ. പിന്നെന്താ ഇതൊക്കെ റോസ് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് അലിയിച്ച് കൊണ്ടിട്ട് കേട്ടോ. ഞാനിത് മെൽറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇത് ഒഴിച്ചേക്കട്ടെ. ഇത് നല്ലോണം ഇളക്കിയിട്ട് അപ്പോൾ അത് ഇതിലൊന്ന് ഒഴിക്കട്ടെ കേട്ടോ. അസ്സലാമലൈക്കും. ഇതാപ്പോൾ ഈ സോപ്പൊക്കെ ഉണ്ടാക്കിട്ടോ നല്ല അടിപൊളിയായിരിക്കണം. കയ്പിനേപ്പിൻ്റെ ഇല ഞങ്ങളെന്താ പറയുക, കയ്പിനേപ്പിൻ്റെ ഇല എന്നാ പറയുക, കയ്പിനേപ്പിൻ്റെ ഇല എന്നാ പറയാം. അപ്പോൾ അതും തുളസിയുടെ ഇലയും മഞ്ഞളും സോപ്പ് പൈസും കൂടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. കറ്റാർവാഴയും ഒക്കെ പാടെ ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണയും പിന്നെ എന്താ പറയുക റോസ് വാട്ടറും എല്ലാതും ഒഴിച്ചിരിക്കണം. മണം മാത്രം അധികമല്ല, മണത്തിനുള്ളതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചൊറി ഇതൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ നല്ലത്. നമ്മൾ ഇങ്ങനെ കാറ്റ് കാലമാകുമ്പോൾ നല്ല മുളിച്ചലും അത് ഇതൊക്കെ. അപ്പം ഞാൻ അതിന് ഞമ്മക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അങ്ങനെ ഒക്കെ ഉണ്ടാക്കി എന്താ നല്ല അടിപൊളിയായി സോപ്പാട്ടോ നമ്മൾ ഉണ്ടോ. അതിങ്ങനെ മണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്, പക്ഷേ നല്ല അടിപൊളിയാണ്. മേല് ചൊറിയുന്നതിന് ഞാൻ കാണിച്ച് തരാം. കയ്പിനേപ്പിൻ്റെ പച്ചമഞ്ഞളും പിന്നെ എന്താ പറയുക തുളസിയുടെ ഇതൊക്കെ പാടുണ്ട് അരച്ച്. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് കയ്യൊന്ന് കാണിച്ചു തരാം. ഇതണ്ട ഈ കയ്യിൽ നിറച്ച് ഇതേപോലെ ചൊറിഞ്ഞിട്ട് ഇതണ്ട കാണാണ്ടോ ഉണ്ടായിരുന്നു കുറേ ഇതുണ്ടോ കാണാണ്ട്. ഇതിനൊക്കെ ചൊറി ഉണ്ടായിരുന്നു. രാത്രിയായ ഭയങ്കര കൊതുകൊക്കെ അടിച്ച് അലർജി. അപ്പം ഞാൻ ഇത് പച്ചമഞ്ഞളും ഇതും കൂടി തേച്ചൊക്കെ കരിഞ്ഞിക്കണ നിങ്ങൾക്ക് കാണാണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് തേച്ചങ്ങനെ ചൊറിയും ഇതൊക്കെ മാറും. ഈ കയ്യിലൊന്നുമില്ല ഇല്ലാതെ ഉണ്ടോ, അതിലൊന്നും അധികമില്ല അങ്ങനെ അവിടെ ഇവിടെ. അപ്പോൾ അതൊക്കെ മാറാനും ഇതൊക്കെ പിന്നെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കി. കണ്ടിട്ട് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പാട്ടോ. നമ്മൾ ഒറിജിനൽ ഉണ്ടെങ്കിൽ ഇതായി പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉണങ്ങി മുരിഞ്ഞാലൊരു നല്ല ഭംഗിയാണ് ഉണ്ടോ, കാണാനും ഒരു ഭംഗിയല്ലേ നമുക്ക്. മണം അത്രയല്ല കേട്ടോ, മണത്തിനുള്ള ഞാൻ ഒഴിച്ചിട്ടില്ല, പക്ഷേ അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് ഉണ്ടാക്കും കേട്ടോ. മേത്തൊക്കെ തേക്കാൻ മണമുള്ളതിനും എന്തുപോലെ സ്പ്രേനും ഇതൊക്കെ അടിച്ചാൽ മതിയല്ലോ. പിന്നെ അതിൽ ഒഴിക്കണുണ്ട് അതൊന്നും ഞാൻ മേടിച്ചില്ല മണമുള്ളത്. അപ്പോൾ അത് കുഴപ്പം